അപ്പൊ ഇനി നമുക്ക് ചെറിയ പനി ജലദോഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളുള്ള പനിയല്ല. അങ്ങനത്തെ പനികൾക്ക് എന്തായാലും ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ. അതല്ല ചെറിയ പനി ജലദോഷങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് അതൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞള്, അതേപോലെ ഫ്രൂട്ട്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചക്ക, പപ്പായ, ഇതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ ചിയാ സീഡ്സ്, അതേപോലെ നന്നായിട്ട് പ്രോട്ടീനും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കോഴിയിറച്ചി ആവാം, പോത്തിറച്ചി ആവാം, മുട്ടയാവാം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഉള്ളത് തൈര്, മോര്, അതും വയറിന് നന്നാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് കുടിക്കുന്നത്. വല്ലാതെ പുളി വേണമെന്നില്ല, പുളിയൊക്കെ കുറഞ്ഞ തൈര്, മോര് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും തൊണ്ടവേദന, ജലദോഷമൊക്കെ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കുപ്പിളിക്കാൻ തുടങ്ങുക. അതേപോലെ ഭക്ഷണത്തിന് മുമ്പും ശേഷമൊക്കെ നന്നായിട്ട് കൈ സോപ്പിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ആവി പിടിക്കുക. അതേപോലെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുന്ന രീതിയിൽ. മഴക്കാലമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദാഹം തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കൂടി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ആവി പിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക.